അപ്പം ഇന്നുണ്ടല്ലോ എൻ്റെ ഒരു ഈവനിങ് ആണ്, ഒരു വൈകുന്നേരം ഒരു സന്ധ്യ സമയത്തുള്ള എൻ്റെ കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ സോയാബീൻ കറി ഉണ്ടല്ലോ, ആ കറി ഉണ്ടാക്കിയ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ സോയാബീൻ കറിയൊക്കെ ജസ്റ്റ് ഞാൻ കുക്കറിനകത്തൊക്കെ ആക്കി സോയാബീനിൻ്റെ വെള്ളമൊക്കെ ഞാൻ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാവരും ട്രൈ ചെയ്തെന്ന് തോന്നുന്നു. നല്ല സൂപ്പർ ടേസ്റ്റുള്ള സോയാബീൻ കറിയാണ്, എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ, ചെയ്യാത്തവരാണെങ്കിൽ. അങ്ങനെ സോയാബീൻ കുക്കറിൽ വെച്ചിട്ട് പിന്നെ ഞാൻ ചപ്പാത്തി വറുത്താൻ വേണ്ടി ചപ്പാത്തി വറുത്താൻ തുടങ്ങി. ചപ്പാത്തി വറുത്തുന്ന കല്ല് എനിക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ഈ കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, നമ്മൾ കട്ടിംഗ് ബോർഡ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുക, അതിനകത്താണ് കേട്ടോ ഞാൻ ചപ്പാത്തി വറുത്തുന്നത്. കട്ടിംഗ് ബോർഡ് ഞാൻ അങ്ങനെ യൂസ് ആക്കാറില്ല, ഞാൻ അരിയാൻ വേണ്ടിയിട്ട് ചിലപ്പം മാത്രമേ കട്ടിംഗ് ബോർഡ് എടുക്കാറുള്ളൂ. കൂടുതലും മറ്റേ കയ്യോറ ഇട്ടിട്ട് നമ്മൾ കൈ വെച്ച് തന്നെയാണ് കേട്ടോ അരിയുന്നത്, അതാണ് സ്പീഡും. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കട്ടിംഗ് ബോർഡ് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കട്ടിംഗ് ബോർഡ് ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഇതിനാണ് ഉപയോഗിക്കുന്നത് ചപ്പാത്തി വറുത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചപ്പാത്തിയൊക്കെ പരത്തി അപ്പം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചുടുന്നുണ്ട്. 2 ചപ്പാത്തി പരത്തിയിട്ട് ഒരെണ്ണം ചുടും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ പെട്ടെന്ന് വന്ന് ചപ്പാത്തി ചുടുന്നുണ്ട്. ഇതെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ തവയാണ് കേട്ടോ, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇരുമ്പിൻ്റെ തവയാണ്, ഈ ഇരുമ്പിൻ്റെ തവയ്ക്കകത്താണ് ഞാൻ ചപ്പാത്തി ചുടുന്നതും അതുപോലെ മീൻ വറുക്കുന്നതും. വേറെ ഒന്നിനും ഇത് യൂസ് ആക്കാറില്ല കേട്ടോ. ചപ്പാത്തി ഉണ്ടാക്കാനും മീൻ വറുക്കാനും മാത്രമേ ഞാൻ ഇത് യൂസ് ആക്കാറുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വറുക്കുന്നതും ചപ്പാത്തി ചുടുന്നതും നമ്മുടെ കോട്ടിങ്ങുള്ള മറ്റേ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കോട്ടിങ് പെട്ടെന്ന് ഇളകുമെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ചപ്പാത്തി എപ്പോഴും ഇതിനകത്ത് ചുടാറുള്ളൂ, അതുപോലെ മീനും ഇതിനകത്ത് മാത്രമേ വറുക്കാറുള്ളൂ കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ ഓരോന്ന് ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ പരിപാടികൾ. ഈ സമയത്തൊക്കെ കുഞ്ഞാവ എൻ്റെയും അമ്മയുടെയും കയ്യിലൊക്കെ മാറി ഇരിക്കുകയായിരിക്കും. ചില സമയം കറിയും, അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഓടിപ്പോയി കുഞ്ഞാവ എടുക്കും, ജസ്റ്റ് അവനിന്ന് സെറ്റാക്കും, അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ചെയ്യും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പരിപാടികളൊക്കെ നടക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഇതൊക്കെയാണ് ഈവനിങ് റുട്ടീൻസും കാര്യങ്ങളും ഒക്കെ. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കി, ചപ്പാത്തിയുടെ കൂട്ടത്തിൽ കഴിക്കാനുള്ള പിന്നെ സോയാബീൻ കറിയാണ് കേട്ടോ. സോയാബീൻ കറി കൂടെ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചത്. സൂപ്പർ ടേസ്റ്റുള്ള സോയാബീനാണ് കേട്ടോ. അപ്പം സോയാബീനൊക്കെ ഇവിടെ അപ്പം അതിനിടയ്ക്കാണ് നമ്മുടെ സോയാബീൻ റെഡി ആയിട്ടുണ്ട്. അത് കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ വൈകുന്നേരത്തെ പരിപാടികൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ചപ്പാത്തിയും സോയാബീൻ കറിയും കഴിക്കട്ടെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ട്രൈ ചെയ്ത് നോക്കാത്താണെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.